പ്രിയ കുട്ടികളെ, നിങ്ങളുടെ സ്മിത ടീച്ചറാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കുന്നത്. പേജ് 12 തുടങ്ങുന്ന തരംഗചലനം എന്ന ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. തരംഗചലനത്തെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത പേജിൽ അതുമായി ബന്ധപ്പെട്ട 2 പരീക്ഷണങ്ങളുണ്ട്. ടീച്ചറൊക്കെ പഠിച്ച കാലത്ത് ഈ തരംഗചലനമൊക്കെ പഠിക്കാൻ വരുമ്പോൾ നേരെ തരംഗചലനം എന്നാന്ന് പറഞ്ഞു തരും. ടീച്ചറൊക്കെ ഇന്ന് കഷ്ടപ്പെട്ടിരുന്ന് അത് കാണാപ്പാഠം പഠിച്ച് എന്തോ ഒന്ന് മനസ്സിലാക്കും, ചിലപ്പോൾ ഒന്നും മനസ്സിലാവുകയുമില്ല. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മളെ ഇതെല്ലാം ചെയ്തൊക്കെ കാണിച്ച് നമുക്ക് നല്ല അറിവുണ്ടാക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഒരു പേജ് നിറച്ച് പറഞ്ഞിരിക്കുന്നത് തരംഗചലനത്തെ മനസ്സിലാക്കാനുള്ള പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടെന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി എടുക്കുക. അതിനുവേണ്ടി ഒന്നാമത്തെ പരീക്ഷണം പറഞ്ഞിരിക്കുന്നത്, പരീക്ഷണം ടീച്ചറിന് ഇങ്ങനെ ചെയ്ത് കാണിച്ച് ഒന്ന് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുമ്പോഴത്തേനും വീഡിയോ വളരെ ലെങ്തി ആകുന്നു. അതുകൂടാതെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്താണോ ആർക്കറിയാം എന്തോ കണ്ടു, അതല്ല ടീച്ചർ അതുകൊണ്ട് ഇതൊന്ന് വിവരിച്ചു തരുന്നതേ ഉള്ളൂ. ലളിതമായ വിവരണമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നിന്നൊരു സ്പീക്കർ, ആ സ്പീക്കറിൽ നിന്നും ഉള്ള സൗണ്ട് ഇവിടെ ഒരു ട്യൂബിൽ കുറച്ച് പേപ്പർ ബോളുകൾ അല്ലെ തെർമോക്കോൾ ബോളുകൾ ഇട്ട ശേഷം ഈ ട്യൂബിൻ്റെ ഒരു സൈഡിൽ ആ സൗണ്ട് കേൾപ്പിക്കുന്നു. ഇത് കണ്ടൊരു സ്പീക്കറായത്, ആ സൗണ്ട് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കേൾപ്പിക്കുന്നു. അപ്പോൾ ആ ശബ്ദത്തിനനുസരിച്ച് ആ പേപ്പർ ബോളുകളോ അല്ലെ തെർമോക്കോളുകളോ കമ്പനം ചെയ്യുന്നു. കമ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മുന്നോട്ടും പിറകോട്ടും ചലിക്കുന്നതിനെയാണ് കമ്പനം ചെയ്യുക എന്ന് പറയുന്നത്. ആ സ്ഥലത്തുനിന്ന് മാറിപ്പോകുമൊന്നുമില്ല. നല്ല നിറമുള്ള ബോളുകളൊക്കെ ഇട്ടെങ്കിൽ കൃത്യം മനസ്സിലാക്കാം. റെഡ് കളറുള്ള ബോൾ, ചുമന്ന നിറമുള്ള ബോൾ അവിടെ തന്നെ കാണും, പച്ച നിറമുള്ള ബോൾ അവിടെ തന്നെ നിന്നിട്ട് മുകളിലോട്ടും കീഴോട്ടും അങ്ങനെ കമ്പനം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ശബ്ദം ഇതിലെ സഞ്ചരിച്ചപ്പോൾ ഇതിലെ തന്മാത്രകളായിട്ട് അല്ലെ തന്മാത്രകളും അതോടൊപ്പം ആ ബോളുകളും കമ്പനം ചെയ്തു. അപ്പോൾ ശബ്ദം ഇതിലെ സഞ്ചരിക്കുന്നത് കമ്പനം ചെയ്യിച്ചുകൊണ്ടാണ്. ഇതിലെ തന്മാത്രകൾ നമുക്ക് കാണത്തില്ലല്ലോ, അതുകൊണ്ട് പേപ്പർ ബോളുകളെയും കമ്പനം ചെയ്യിച്ചുകൊണ്ടാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടണം. അടുത്ത പരീക്ഷണം നിങ്ങൾ ഈ പെരുന്നാൾ സ്ഥലത്തു നിന്നൊക്കെ ടീച്ചർ വരെ മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം, സ്ലിങ്കി. നിങ്ങൾ എന്തൊക്കെയാണ് പേര് അതിന് പറയുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ടീച്ചർ മറന്നുപോയി, വേറെ എന്തോ ഒരു പേര് കൂടി ഉണ്ടായിരുന്നു. ഈ സ്ലിങ്കി ഇങ്ങനെ ടീച്ചറിൻ്റെ കയ്യിലിരിക്കുന്ന ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കളക്ഷൻ ഉണ്ട് ടീച്ചറിന് ഇതിൻ്റെ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ മേടിച്ചിട്ട് അതിനെ പല ആകൃതിയിലൊക്കെ ആക്കിയൊക്കെ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ടീച്ചർ ഇവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത ഭാഗമാണ് ഞാനിങ്ങനെ അനക്കുന്നത്. മറ്റേ സൈഡ് അനക്കുന്നുണ്ട്. ആ മറ്റേ വശം അനക്കുന്നത്, ഈ പച്ച കാണിച്ചിരിക്കുന്ന വശം കുറച്ച് അകലത്തേക്ക് പിടിച്ചിട്ട് ഞാനിങ്ങനെ അനക്കുന്നുണ്ട്. ഒരു ഭാഗം അനക്കാതെ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് കാണാം ആ പച്ച സ്ഥലം അനക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അനങ്ങുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു വളയത്തിന് പോലും, ആ വളയമെല്ലാം അതേ സ്ഥലത്തിരിക്കുകയാണ്, വളയം ഈ പച്ചയൊക്കെ അതേ സ്ഥലത്തിരിക്കുകയാണ്. പക്ഷേ ഒരു വളയം മറ്റൊരു വളയത്തിലേക്ക് ഇതിൻ്റെ ഈ ചലനത്തെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ചലനത്തെ അടുത്ത അഗ്രത്തിലേക്ക് നീക്കി വിടുകയാണ്. അപ്പോൾ ഈ ചലനം എന്നുള്ളതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ വിക്ഷോഭം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലിങ്കിയിൽ ഒരു വശത്തുണ്ടാകുന്ന ഒരറ്റത്തുണ്ടാകുന്ന വിക്ഷോഭം. ടീച്ചറിന് ചിലപ്പോൾ തോന്നും ഈ മലയാള വാക്കുകളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വാക്കുകളെക്കുറിച്ചേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വിക്ഷോഭം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിക്ഷോഭമാണ്. അപ്പോൾ വിക്ഷോഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചലനം ആണെന്നങ്ങ് വിചാരിക്കുക. ആ ചലനം ഒരഗ്രത്തിൽ നിന്ന് മറ്റേ അഗ്രത്തിലേക്ക് നീങ്ങി പോകുന്നുണ്ട്. ആ നീങ്ങി പോകുമ്പോൾ ഒരു വളയത്തിന് പോലും സ്ഥാനചലനം സംഭവിക്കാതെയാണ് വലയത്തിലെ മറ്റേ അഗ്രത്തിലേക്ക് നീങ്ങിപ്പോകുമ്പോൾ വലയങ്ങൾക്കൊന്നും പരിണിത സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തൊന്നും മാറുന്നില്ല. ഈ വാക്കുകളൊക്കെ വായിക്കും നമുക്ക് വലിയ ഞെട്ടലാണ്. അപ്പോൾ പരിണിത സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചത് ഒരു പ്രത്യേകതരം ചലനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചലിച്ചാൽ, നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റാൽ സ്ഥാനത്തിന് മാറ്റം വരുന്നുണ്ട്. പക്ഷേ സ്ഥാനത്തിന് മാറ്റം വരാത്തുള്ള ഒരു ചലനത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ഈ 2 ചലനത്തെക്കുറിച്ച് നമ്മളോടൊന്ന് മനസ്സിൽ ഓർക്കാൻ പറഞ്ഞത്. മാധ്യമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വായു എന്ന മാധ്യമമാണ്. വായുവിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ശബ്ദം ഒരു ഊർജമാണല്ലോ, ആ ഊർജം എത്തിക്കാനുള്ള ഒരു മാർഗമാണ് തരംഗചലനം. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം നമ്മളിപ്പോൾ സ്ലിങ്കിയിലൊക്കെ ചെയ്തു.
മറ്റൊരു ഭാഗത്തെ ദോലനത്തിലൂടെയാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനത്തിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത്. ദോലനം അഥവാ ഓസിലേഷൻ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് തരംഗചലനം. ഒരു ഭാഗത്ത് മാത്രം കൊടുത്ത ശബ്ദം നമ്മളൊരു ട്യൂബിൻ്റെ ഒരു സ്ഥലത്ത് മാത്രമേ കൊടുത്തുള്ളൂ. അത് ആ ശബ്ദം ആ ട്യൂബിൻ്റെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് അതിലിട്ടിരുന്ന പേപ്പർ ബോളുകളെ ചലിപ്പിച്ചുകൊണ്ട് നീങ്ങുന്നത് കണ്ടു. എന്നാൽ ആ പേപ്പർ ബോളുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നില്ല. ശബ്ദോർജം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അതുപോലെ സ്ലിംഗി ഒരു വശം അനക്കാതെ വെച്ചിട്ട് മറ്റൊരു വശത്ത് നമ്മൾ ചലനം നൽകിയപ്പോൾ ആ ചലനം മറുവശത്തേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിൽ ഒരു സൈഡിൽ കൊടുത്ത ഊർജം, നമ്മൾ ആ അനക്കാൻ വേണ്ടി ഊർജം കൊടുത്തില്ലേ, ആ ഊർജം മറുവശത്തേക്ക് സഞ്ചരിച്ചു. അതായത് ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കി, ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നത് അഥവാ സഞ്ചരിക്കുന്നതാണ് തരംഗചലനം. അപ്പോൾ ഈ നിർവചനം നന്നായിട്ട് പഠിക്കുക. തരംഗചലനവുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളാണ് നമുക്ക് അടുത്ത പേജിൽ പഠിക്കാനുള്ളൂ. ഈ പേജിൽ തരംഗങ്ങൾക്ക് കുറേ ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു. റേഡിയോ തരംഗം, സീസ്മിക് തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, ജലാശയങ്ങളിൽ നമ്മൾ കല്ലൊക്കെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങളും തരംഗങ്ങളിൽ പെടുന്നതാണ്. ഇതിൽ നമുക്ക് പരിചയമുള്ള പ്രകാശവും ശബ്ദവുമൊക്കെ തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നതെന്നും ഈ ഒരു ഉദാഹരണത്തിൻ്റെ പേരിൽ നിന്നും മനസ്സിലാക്കാം. ഇനി അതിൽ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ളവ എന്ന് പറഞ്ഞാൽ ആ തരംഗങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ആ തരംഗങ്ങൾ, അതായത് ശബ്ദം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം അഥവാ വായു എന്നൊരു മാധ്യമമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൂടി മാത്രമേ ശബ്ദം സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ, അതാണ് പ്രേക്ഷണം എന്ന് പറഞ്ഞാൽ, സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതുപോലെ സീസ്മിക് തരംഗങ്ങൾക്കും അങ്ങനെ ഒരു മാധ്യമം ആവശ്യമാണ്. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്തവയാണ് പ്രകാശ തരംഗം. പിന്നെ റേഡിയോ തരംഗങ്ങൾക്കും ഒരു മാധ്യമവും ഇല്ല, ശൂന്യതയിൽ കൂടിയും ആ തരംഗങ്ങൾ സഞ്ചരിക്കും. അതാണ് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്തവ എന്ന് പറഞ്ഞാൽ അർത്ഥം. അടുത്തതായിട്ട് മറ്റൊരു തരംഗങ്ങളുടെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ എല്ലാം പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ് തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അതായത് വെള്ള നിറത്തിലുള്ള വൈറ്റ് ലൈറ്റ്, ദൃശ്യപ്രകാശം, സൂര്യനിൽ നിന്നുള്ള ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് രശ്മികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എക്സ് കിരണങ്ങൾ, എക്സ് റേ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അതൊക്കെ നമുക്ക് എക്സ് കിരണങ്ങൾ എന്നൊക്കെ വേറെ എന്തോ കേൾക്കുന്നതായിട്ട് തോന്നും. എക്സ് റേ ആണത്. ഗാമാ റേ, ഗാമാ കിരണങ്ങൾ എന്നിവ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ല, ശൂന്യതയിൽ കൂടിയാണ് അവയ്ക്ക് സഞ്ചരിക്കാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ നോക്കിക്കേ, ഈ വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വൈദ്യുത കാന്തിക തരംഗം അല്ലെങ്കിൽ തരംഗം അല്ല, വൈദ്യുത കാന്തിക തരംഗം അല്ലാത്തത്? ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് യാന്ത്രിക തരംഗങ്ങൾ എന്നുള്ള മെക്കാനിക്കൽ വേവ്സ്. യാന്ത്രിക തരംഗങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. യാന്ത്രിക തരംഗങ്ങൾ രണ്ട് തരമുണ്ട്, അനുദൈർഘ്യ തരംഗവും അനുപ്രസ്ഥ തരംഗവും. ഇങ്ങനെയുള്ള തരംഗങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മളങ്ങ് പഠിച്ചേക്കുക. ടീച്ചറൊക്കെ പഠിച്ചെങ്ങനെയാണ്? രണ്ട് തരം തരംഗങ്ങളുണ്ട്. തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വേവ്സ് പോലെ സഞ്ചരിക്കുന്നതിന് എന്തോ പിടികിട്ടിയല്ലോ. ഇനി ആ തരംഗങ്ങൾ രണ്ട് തരമുണ്ട്, അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. അതങ്ങനെ അങ്ങ് പഠിക്കുക. ആദ്യം നമുക്ക് അനുദൈർഘ്യ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കാം. അനുദൈർഘ്യ തരംഗങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ചിട്ട് ട്യൂണിംഗ് ഫോർക്കിൻ്റെ കമ്പനം കൊണ്ട് ശബ്ദമുണ്ടാകുമെന്നും ആ ശബ്ദം വായുവിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വായുവിലെ കണികകൾക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഈ ഭുജങ്ങൾ ഇതിൻ്റെ കൈകൾ തുടർച്ചയായിട്ട് കമ്പനം ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാവുകയും ആ ശബ്ദം വായുവിലെ തന്മാത്രകൾക്ക്
കുറച്ച് ഭാഗത്ത് മർദ്ദം കൂടിയും ചില സ്ഥലത്ത് മർദ്ദം കുറഞ്ഞും അങ്ങനെ വരുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്. വായുവിൽ കുറച്ചു ഭാഗത്ത് മർദ്ദം കൂടിയതും, അതാണ് ഈ കടുപ്പത്തിൽ കാണിച്ചിരിക്കുന്നത്. മർദ്ദം കൂടിയതും മർദ്ദം കുറഞ്ഞതുമായ മേഖലകൾ ഇടവിട്ട് ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെയാണ് സ്ലിങ്കിയിലും. ആ സ്ലിങ്കി നമ്മളിങ്ങനെ ചലിപ്പിച്ചപ്പോൾ ചില സ്ഥലത്ത് ആ സ്ലിങ്കിയിലെ വളയങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു ഭാഗവും ചില സ്ഥലത്ത് സ്ലിങ്കിയിൽ വളയങ്ങൾ കൂടിച്ചേർന്ന് അകന്നു നിൽക്കുന്ന ഭാഗവും ഉണ്ടാവും. ഇങ്ങനെ മാധ്യമത്തിലെ കണികകൾ തരംഗം സഞ്ചരിക്കുന്നത് ഇങ്ങനെ ആ കണികകൾ കമ്പനം ചെയ്യുന്നതും അതേ ദിശയിൽ തന്നെ സമാന്തരമായിട്ടാണ് എങ്കിൽ അത്തരം തരംഗങ്ങളെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ലളിതമായി ഇത്രയേ പഠിക്കേണ്ടതുള്ളൂ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണെങ്കിൽ അതിനെ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നു. അതിനൊരു ഉദാഹരണമാണ് ശബ്ദ തരംഗങ്ങൾ. ട്യൂണിംഗ് ഫോർക്കിൽ നിന്നും ഉണ്ടായ ശബ്ദ തരംഗങ്ങൾ വായുവിൽ മർദ്ദം കൂടിയതും കുറഞ്ഞതുമായ മേഖലകൾ ഉണ്ടാക്കുന്നു. മർദ്ദം കൂടുതലായതിനെ ഉച്ചമർദ്ദ മേഖലകളെന്നും മർദ്ദം കുറഞ്ഞതിനെ നീചമർദ്ദ മേഖലകളെന്നുമാണ് പറയുന്നത്. മർദ്ദം കൂടിയ ഉച്ചമർദ്ദ മേഖലകൾ എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഭുജം, ഒരു കൈ ഇങ്ങോട്ടാണ് ചലിക്കുന്നതെങ്കിൽ ആ ഭാഗത്തുള്ള വായുവിനെ എല്ലാം കൂടെ അടുപ്പിക്കും. പിന്നെ ബി സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് ചലിക്കുമ്പോഴോ ആ വായുവിനെയെല്ലാം അവിടെ ഒരു മർദ്ദം കുറവായിട്ടും അനുഭവപ്പെടും. ഈ ചോദ്യങ്ങളെല്ലാം അടുത്ത പേജിൽ ഉണ്ട്. ഇതെല്ലാം കൊച്ചു കൊച്ചു ചോദ്യങ്ങളാണ്. ആ എ സ്ഥാനത്തോട്ട് ചലിച്ചപ്പോൾ മർദ്ദം കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ ഉള്ളത്. അത് നമുക്ക് അതിൻ്റെ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ സ്ലിങ്കിയിലുണ്ടായതും വായുവിൽ ട്യൂണിംഗ് ഫോർക്ക് മൂലം ഉണ്ടായ തരംഗവും താരതമ്യം ചെയ്തപ്പോൾ വായു തന്മാത്രകൾ തമ്മിൽ അകലം കുറഞ്ഞു വരുന്നിടത്ത് മർദ്ദം കൂടുതലും അതിനെ ഉച്ചമർദ്ദ മേഖലകളെന്നും മർദ്ദം കുറഞ്ഞ മേഖലകളെ നീചമർദ്ദ മേഖലകളെന്നും പറയുന്നു. ഇങ്ങനെ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഇടവിട്ടുണ്ടാകുന്ന തരംഗങ്ങളെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ശബ്ദ തരംഗങ്ങൾ. ഇനി അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ തരം തരംഗങ്ങളാണ്. ഓർക്കുക, അതിൻ്റെ ഒരു നിർവചനം പിന്നെ ഒരു ഉദാഹരണം മാത്രമാണ് നമുക്ക് ഈ രണ്ട് തരം തരംഗങ്ങളെ പറ്റി പഠിക്കാനുള്ളത്. അനുപ്രസ്ഥ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചരടിൽ നമ്മൾ അമർത്തുകയും സ്വതന്ത്രമാക്കുകയും ചെയ്യുമ്പോൾ, ഇങ്ങനെ അമർത്തി വിടുകയും സ്വതന്ത്രമാക്കുകയും ചെയ്യുമ്പോൾ തുലന സ്ഥാനത്ത് ഇങ്ങനെ നേരെ നിൽക്കുന്നത് മുകളിലേക്കും താഴേക്കും ലംബമായിട്ട് ചരടിലെ കണികകൾ ചലിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ചലിക്കുന്ന, അതായത് തരംഗം സഞ്ചരിക്കുന്ന വഴിയിലെ കണികകൾ ലംബമായിട്ടാണ് അത് ചലിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. അപ്പോൾ അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും നിങ്ങൾക്ക് ലളിതമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണ് ഈ ചരടിലെ കണികൾ മുകളിലേക്കും താഴേക്കുമാണ് ചലിക്കുകയും മുകളിലേക്ക് പൊങ്ങുന്ന ആ ഭാഗത്തിന് ശൃംഗമുണ്ടായി എന്നും താഴേക്ക് ചലിച്ച ഭാഗത്ത് ഗർത്തമുണ്ടായി എന്നും പറയും. അപ്പോൾ ഇടവിട്ട് ശൃംഗവും ഗർത്തവും പിന്നെയും ശൃംഗവും ഗർത്തവും ഉണ്ടാകും. ഇങ്ങനെ ശൃംഗവും ഗർത്തവും ഉണ്ടാകുന്ന ചലനങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. അനുപ്രസ്ഥ തരംഗങ്ങളുടെ നിർവചനവും മറ്റു കാര്യങ്ങളും അടുത്ത പേജിലുണ്ട്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക്, തരംഗം സഞ്ചരിക്കുന്ന ദിശയ്ക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ഒരു അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ചിത്രം നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞായിരുന്നു അതിൻ്റെ തുലന സ്ഥാനത്ത് നിന്നും, അതായത് ഒരു ചരട് ഇങ്ങനെ വലിച്ചു കെട്ടിയതാണ് അതിൻ്റെ തുലന സ്ഥാനം. അതിൽ നിന്ന് മുകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ ശൃംഗങ്ങൾ എന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളെ ഗർത്തങ്ങൾ എന്നും പറയുന്നുണ്ട്. നമുക്കൊരു സിങ്കി ആണെങ്കിലും ആ സിങ്കിയെ പിടിച്ച് ഇതുപോലെ ഉലച്ചു കഴിഞ്ഞാൽ അതിൽ ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടായി അനുപ്രസ്ഥ തരംഗങ്ങളും നമുക്കുണ്ടാക്കാം. വളരെ ലളിതമാണ്. അനുപ്രസ്ഥ തരംഗങ്ങളിൽ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നുവെന്നും അപ്പോൾ ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു എന്നുമാണ്. അതിന് ഒരു ഉദാഹരണമാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച അനുദൈർഘ്യ തരംഗത്തിന് ശബ്ദ തരംഗങ്ങളും
അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് വൈദ്യുത കാന്തിക തരംഗങ്ങളുമാണ് ഉദാഹരണം. അടുത്തതായി അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം എന്നിവയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇതൊരു പരീക്ഷാ ചോദ്യം ചോദിക്കുന്ന രീതിയിലാണ്. നിങ്ങൾ 2 ബോക്സ് ഉണ്ടാക്കി അതിൽ അനുപ്രസ്ഥ തരംഗമെന്നും അനുദൈർഘ്യ തരംഗമെന്നും പറഞ്ഞ് ഓരോന്നിനും ചേരുന്നത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കണം. പുസ്തകത്തിലും എഴുതണം, നോട്ട്ബുക്കിലും എഴുതണം. ആദ്യത്തേത്, തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ. വാക്കുകളൊക്കെ ഒന്ന് മാറിപ്പോകാതൊക്കെ നോക്കണം. ലംബമായി എന്ന് കണ്ടാൽ അനുപ്രസ്ഥ തരംഗങ്ങൾ. ഉച്ചമേഖലയും നീചമേഖലയും എന്ന് പറയുന്നത് നീചമർദ്ദ മേഖലകൾ കേട്ടോ. അത് അനുദൈർഘ്യ തരംഗങ്ങളാണ്. അനുദൈർഘ്യ എന്ന് പറയുന്ന ടീച്ചർ എഴുതുന്നത് നിങ്ങൾ തരംഗങ്ങൾ എന്ന് കൂടി എഴുതിക്കോണം. മർദ്ദവ്യതിയാനം ഉണ്ടാകുന്നത് അനുദൈർഘ്യത്തിനാണ്. മർദ്ദവ്യതിയാനം ഉണ്ടാകുന്നില്ലാത്തത് അനുപ്രസ്ഥത്തിനാണ്. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്ന അനുപ്രസ്ഥത്തിനാണ്. തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി പോണത് അനുദൈർഘ്യമാണ്. ഇങ്ങനെ 2 കോളം തിരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം നിങ്ങൾ ഇങ്ങനെ കോളം തിരിച്ച് തന്നെ കൃത്യമായിട്ട് എഴുതണം. അല്ലെങ്കിൽ അതിന് നേരെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. ഓരോന്നിനും ചേരുന്നത് കോളം തിരിച്ച് എഴുതണം. ഇനി നമ്മൾ പഠിക്കുന്നത് തരംഗത്തിൻ്റെ സവിശേഷതകളാണ്. തരംഗത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പ്രത്യേക വാക്കുകളാണ് തരംഗത്തിൻ്റെ സവിശേഷതകളായിട്ടുള്ളത്. ആയതി, ആവൃത്തി, പീരിയഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം. അതിനുവേണ്ടി ഒരു തരംഗത്തെ ഒരു ഗ്രാഫിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു തരംഗത്തെ ഗ്രാഫിൽ ചിത്രീകരിച്ച് അതിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ വാക്കുകൾ പഠിക്കുന്നത്. ആയതി എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രീകരിച്ച തരംഗം നിങ്ങൾക്ക് കാണാം. ഈ O എന്ന് സൂചിപ്പിക്കുന്നത് തുലന സ്ഥാനമാണ്. തരംഗം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ആ തുലന സ്ഥാനത്തിൽ നിന്ന് നേരെ കിടക്കുന്ന വര തുലന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ നിന്നും ആ തരംഗം ഏറ്റവും ഉയർന്ന നിലയിലേക്ക്, ഏറ്റവും കൂടുതൽ സ്ഥാനാന്തരത്തിലേക്ക് വരുന്ന ബിന്ദുക്കൾ എവിടെയൊക്കെയാണ്? ഇങ്ങനെ മുകളിലേക്ക് ഇവിടെയും, പിന്നെ തുലന സ്ഥാനത്ത് നിന്ന് ഏറ്റവും താഴെ ഇവിടെയും വരുന്നുണ്ട്, പിന്നെ ഇവിടെയുമാണ്. തുലന സ്ഥാനത്തു നിന്നും ഏറ്റവും സ്ഥാനാന്തരമുള്ള ബിന്ദുക്കളെ കണ്ടെത്തുക. എ, അതുപോലെ സി, അതുപോലെ ഡി. ഇതാണ് നമ്മുടെ തുലന സ്ഥാനം. ആ തുലന സ്ഥാനത്ത് നിന്നും തരംഗം ചലിച്ചപ്പോൾ ഏറ്റവും സ്ഥാനാന്തരമായിട്ടുള്ള ബിന്ദുക്കൾ. തുലന സ്ഥാനത്ത് നിന്ന് ഇവിടെ ഒരു ബിന്ദു നോക്കുകയാണ്, ഇത്രേ ചലിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇത്രേ ചലിച്ചിട്ടുള്ളൂ. അടുത്ത ബിന്ദു അവിടെയാണ് ഇരിക്കുന്നത്. പക്ഷേ തുലന സ്ഥാനത്ത് നിന്ന് ഏറ്റവും അകലെയുള്ള വസ്തുക്കളെ കണ്ടെത്താൻ പറഞ്ഞാൽ ഈ എയിലും, പിന്നെ തുലന സ്ഥാനത്ത് നിന്ന് ബി അല്ല സിയിലും, പിന്നെ ഇയിലുമാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന ബിയിലും ഡിയിലും വരുന്നവ തുലന സ്ഥാനത്ത് തന്നെയാണ് ആ കണികകൾ നിൽക്കുന്നത് കൊണ്ട് എഫ് തുലന സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവയ്ക്ക് സ്ഥാനാന്തരം 0ആണ്. ഏറ്റവും കൂടുതൽ സ്ഥാനാന്തരമുള്ളവ തുലന സ്ഥാനത്ത് നിന്ന് എയിൽ വന്നു, തുലന സ്ഥാനത്തിൽ നിന്ന് സിയിൽ വന്നു, തുലന സ്ഥാനത്ത് നിന്ന് ഇയിൽ വന്നു. അപ്പോൾ ഉത്തരം മനസ്സിലായല്ലോ. ഇനി തുലന സ്ഥാനത്തു നിന്നും ഏറ്റവും കൂടുതലുള്ള സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആയതി നമുക്ക് എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇവിടെ സെൻറ്റിമീറ്ററിൽ ഇത് അടയാളപ്പെടുത്തിയത്. അപ്പോൾ 2 സെൻറ്റിമീറ്ററാണ് ഇവിടുത്തെ ഈ ചിത്രത്തിൽ ആയതി. എ എന്ന് ആയതി എപ്പോഴും എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇവിടുത്തെ ആയതി എന്ന് പറയുന്നത് എ സമം 2 സെൻറ്റിമീറ്ററാണ്. എങ്ങനെ മനസ്സിലായി? തുലന സ്ഥാനം 0, തുലന സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്ററാണ്. ഇവിടെ സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. 2 സെൻറ്റിമീറ്ററാണ് എ വരുന്നത്. അതുപോലെ തന്നെ താഴേക്കും എന്ന് സൂചിപ്പിക്കാനാണ് നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്. അതായത് നെഗറ്റീവ് സംഖ്യ ഒന്നും എഴുതണ്ട. എത്ര സെൻറ്റിമീറ്റർ താഴേക്ക് പോകുന്നു? 2 സെൻറ്റിമീറ്ററാണ് താഴേക്കും. അപ്പോൾ ആയതി താഴേക്കായാലും മുകളിലേക്കായാലും 2. ഇനി പീരിയഡ് എന്ന് പറയുന്ന അടുത്ത സവിശേഷത, ഒരു മാധ്യമത്തിലെ കണിക ഒരു കമ്പനം എന്ന് പറഞ്ഞാൽ ഒരു ശൃംഗവും ഒരു ഗർത്തവും, പൂർണ്ണമായ ഒരു ശൃംഗവും പൂർണ്ണമായ ഒരു ഗർത്തവും ഉണ്ടാകുന്നതിനെയാണ് ഒരു കമ്പനം അഥവാ ഒരു സൈക്കിൾ. ഇംഗ്ലീഷിൽ കമ്പനത്തിന് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഒരു സൈക്കിൾ പൂർത്തിയാക്കി എന്ന് പറയും. അപ്പോൾ ഒരു പൂർണ്ണമായ ശൃംഗവും ഒരു പൂർണ്ണമായ ഗർത്തവും ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പൂർണ്ണ കമ്പനം നടത്താൻ എടുക്കുന്ന സമയത്തെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ
ഇതാണ് ഒരു പൂർണ്ണമായ ശൃംഗവും ഒരു പൂർണ്ണമായ ഗർത്തവും കൂടി ചേർന്ന് ഇവിടെ വന്നപ്പോഴാണ് ഒരു പൂർണ്ണമായ കമ്പനം ഉണ്ടായത്. ആ പൂർണ്ണമായ കമ്പനം ഉണ്ടാകാൻ എടുത്തത് ദാ ഇവിടം മുതൽ ഇവിടം വരെ കാണുന്ന സമയമാണ്. അത് 1 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിലെ തരംഗത്തിൻ്റെ പീരിയഡ് 1 സെക്കൻഡാണ്. 1 സെക്കൻഡാണ്. അടുത്തതായിട്ട് ആവൃത്തി എന്നാൽ എന്ത്? ആവൃത്തി ഒരു ബിന്ദുവിലൂടെ 1 സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകൾ അല്ലെങ്കിൽ കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്. ഒരു ബിന്ദു അങ്ങ് എടുക്കുന്നു, ആ ബിന്ദുവിൽ കൂടി 1 സെക്കൻഡിൽ കടന്നു പോകുന്ന കമ്പനം. അപ്പോൾ 1 സെക്കൻഡ് എടുത്തപ്പോൾ എത്ര കമ്പനമുണ്ട്? ഇവിടെ ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്ന് ഒരു കമ്പനമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിലെ ആവൃത്തി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അതിൻ്റെ ആവൃത്തി. ആവൃത്തിയുടെ യൂണിറ്റ് ഹേർട്സ് എന്നാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ അതിന് എച്ചും ഒരു ചെറിയ ഇസഡും കൂടെ എഴുതിയാൽ മതി. ആവൃത്തി 1 ഹെർട്സ് എന്നാണ് ഇത് വായിക്കുന്നത്. ഓരോ സവിശേഷതയും, അതായത് ആയതി, പീരിയഡ്, ആവൃത്തി, ഇവയെല്ലാം ആ ഗ്രാഫിൽ നിന്നും ചോദിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും പരീക്ഷിക്കുക. അല്ലാതെ ഈ വളരെ ലളിതമാണ് മനസ്സിലാക്കി വെക്കാൻ. ആയതി എന്ന് പറഞ്ഞാൽ തുലന സ്ഥാനത്തേക്ക് ഉള്ള ഏറ്റവും വലിയ തുലന സ്ഥാനത്തുനിന്നും ഉണ്ടായ ഏറ്റവും വലിയ സ്ഥാനാന്തരം. അപ്പോൾ ഈ ശൃംഗത്തിൻ്റെ ഏറ്റവും വലിയ പോയിന്റിലേക്കുള്ള ദൂരം ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ശൃംഗവും ഒരു ഗർത്തവും തീർന്ന് ഒരു കമ്പനം അഥവാ ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ വേണ്ട സമയമാണ് പീരീഡ്. അത് ഇത്തേലാണെങ്കിൽ 1 സെക്കൻഡ്. ഇങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടാണ് നമുക്ക് എപ്പോഴും. അടുത്തത് ആവൃത്തി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ആയപ്പോൾ എത്ര തരംഗം ഉണ്ടായി എന്ന് നോക്കുക. ഇവിടെ 1 സെക്കൻഡ് ആയപ്പോൾ ഒരു മുഴുവൻ കമ്പനമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് 1 ആവൃത്തി. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആയതുകൊണ്ട് HZ എന്ന് ചേർത്തു എന്ന് മാത്രം. അടുത്തതായിട്ട് തരംഗ ദൈർഘ്യം എന്ന് പറയുന്ന സവിശേഷതയാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം. നോക്കിക്കേ, തരംഗ ദൈർഘ്യത്തിൻ്റെ ഒരു നിർവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നിർവചനം അനുസരിച്ച് പഠിക്കാനാണ് ഏറ്റവും എളുപ്പം. 2 ശൃംഗങ്ങൾ തമ്മിലോ 2 ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലമാണ് തരംഗദൈർഘ്യം. അതായത് ശൃംഗം ഇത് അടുത്ത ശൃംഗം. ആ ശൃംഗം മുതൽ ഈ ശൃംഗം വരെയുള്ള ദൂരത്തിനെയാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗർത്തം ഇതല്ലേ സി, അത് കഴിഞ്ഞ് ഇത്. അപ്പോൾ ഈ ഗർത്തത്തിൻ്റെയും ഏറ്റവും വലിയ പോയിന്റ് വരെയുള്ള ദൂരം, അതാണ് ഏറ്റവും എളുപ്പത്തിൽ തരംഗദൈർഘ്യം പഠിക്കാൻ എളുപ്പം. തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ഇങ്ങനെ ഒരു അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ടി മറിഞ്ഞു വീണതുപോലെ. ടി ചുമ്മാ അങ്ങ് മറിഞ്ഞു വീണ പോലെ ചെരിഞ്ഞ് മറിഞ്ഞു വീണു, ഒരുമാതിരി തൂമ്പാചാരി വെച്ചതുപോലെ ആകണം. അതിനെ പറയുന്നത് ലാംഡ എന്നാണ്. ലാംഡ ഇങ്ങനെ ചെരിഞ്ഞ ടി പോലെ. ഇതുണ്ട്, ഇതിൻ്റെ ഈ 2 കാലം ഒരേ സ്ഥലത്ത് വേണം. തൂമ്പാചാരി വെക്കുമ്പോൾ അങ്ങനെയല്ലേ, ഇങ്ങനെ. എന്നിട്ട് ഇതിച്ചിരി പൊങ്ങി നിൽക്കണം. വരച്ചു നോക്കണം, വരച്ചാലേ അതിൻ്റെ സുഖം കിട്ടുകയുള്ളൂ. നിങ്ങളൊന്ന് കൈകൊണ്ട് വരച്ചു നോക്കിക്കുകയും തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന അക്ഷരത്തിന് പറയുന്ന പേര് ലാംഡ എന്നാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ തരംഗദൈർഘ്യത്തിൻ്റെ 2 ശൃംഗങ്ങൾ തമ്മിലുള്ള അകലമോ 2 ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമോ നമുക്ക് പെട്ടെന്ന് തരംഗദൈർഘ്യമായിട്ട് പറയാം. ഇനി ഒരു കാര്യവും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, എപ്പോഴും ശൃംഗവും ഗർത്തവും ആകണമെന്നില്ല. ഇത് കണ്ടോ, ഇവിടെ ഈ തരംഗത്തിലെ കണികകളെല്ലാം ഈ രീതിയിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം അവിടെ ഒരു കണികയും ഇതിൻ്റെ സ്വഭാവമുള്ള മറ്റൊരു കണികയാണ് ഈ ക്യൂവിലിരിക്കുന്നത്, ഉറപ്പല്ലേ? ഈ ശൃംഗത്തിലാണ് രണ്ടും വന്നിരിക്കുന്നത്. ശൃംഗത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന കണികയും ഈ ശൃംഗത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന കണികയും ഒരേ സ്വഭാവമായിരിക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് സമാന കമ്പനാവസ്ഥയിൽ നിൽക്കുന്ന അടുത്തടുത്ത കണികകൾ. ഇതിൻ്റെ സമാന കമ്പനാവസ്ഥയിൽ നിൽക്കുന്ന ഏറ്റവും അടുത്ത കണിക ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ ഇരിക്കുന്ന കണികയ്ക്ക് ഉണ്ടാവില്ല, ഇവിടെയൊന്നും. കാരണം ഇത് ശൃംഗമാണെങ്കിലും ശൃംഗത്തിൻ്റെ ഈ വശത്ത് വരുന്ന കണികയ്ക്ക് വേറെ സ്വഭാവമാണ്. അപ്പോൾ സമാന കമ്പനാവസ്ഥയിലേക്ക് പിയും ക്യൂവും. അതുപോലെ തന്നെ 2 നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഗർത്തം, ഇതും ഒരു ഗർത്തമാണ്. ആ ഗർത്തത്തിൻ്റെ ഈ വശത്ത് ഈ ഇരിക്കുന്ന തന്മാത്രയും ഈ ഗർത്തത്തിൻ്റെ അതേ സ്ഥലത്ത് അതേ പൊസിഷനിലിരിക്കുന്ന അതേ സ്ഥാനത്തിരിക്കുന്ന തന്മാത്രയും ഒരേ സ്വഭാവവും ഒരേ കമ്പനാവസ്ഥയുമായിരിക്കും. സമാന കമ്പനാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്നാ? ഒരേ കമ്പനാവസ്ഥയുമായിരിക്കും. അങ്ങനെ ഒരേ കമ്പനാവസ്ഥയിലാണ് എങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തെയും നമുക്ക് എന്തായിട്ട് എടുക്കാം? തരംഗദൈർഘ്യമായിട്ട് എടുക്കാം. നോക്കൂ, അത് ശരിയല്ലേ? നോക്കിക്കേ, ഈ ദൂരം തന്നെയല്ലേ ഈ ദൂരവും?
അതേ ദൂരമല്ലേ ഈ ദൂരവും. അതുകൊണ്ട് തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒരു തരംഗം മുഴുവൻ എടുത്തിട്ടുള്ള ഒരു ശൃംഗത്തിൻ്റെയും ഒരു മുഴുവൻ ഗർത്തത്തിൻ്റെയും നീളമായോ, 2 ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമായോ, 2 ശൃംഗങ്ങൾ തമ്മിലുള്ള അകലമായോ, സമാന കമ്പനാവസ്ഥയിലുള്ള ബിന്ദുക്കൾ തമ്മിലുള്ള അകലമായോ പറയാം. ഇഷ്ടമുള്ളതെടുക്കാം. ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ ഓർത്തിരിക്കുന്നത്, ഞാൻ ഓർത്തിരിക്കുന്നതും ഒക്കെ 2 ശൃംഗങ്ങൾ തമ്മിലുള്ള അകലത്തെ തരംഗദൈർഘ്യം എന്ന് പറയാം. ശൃംഗം പോലെ 2 ഗർത്തങ്ങൾ തമ്മിലുള്ള അകലത്തെയും തരംഗദൈർഘ്യം എന്ന് പറയാം. അതുപോലെ ഒരു തരംഗം, ഒരു ശൃംഗം മുഴുവൻ വന്നു, ഒരു ഗർത്തം മുഴുവൻ വന്നിട്ട് അതിൻ്റെ ഒരു കമ്പനം പൂർത്തിയാക്കുന്ന അവിടം വരെയുള്ള ദൂരത്തെയും നമുക്ക് തരംഗദൈർഘ്യം എന്ന് പറയാം. അടുത്ത പേജ് 18 എടുത്തപ്പോൾ അവിടെ ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കാം. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇനി ആ ഒരു ചിത്രത്തിൽ എയുമായിട്ട് അതേ സമാന കമ്പനാവസ്ഥയിൽ ഏതായിരുന്നു എയുടെ അതേ പൊസിഷനിൽ, അത് ആ ചിത്രം ശ്രദ്ധിച്ചാൽ കാണാം. ഇങ്ങനെ ശൃംഗം വന്നിട്ട് എ ഇവിടെ വരും, അതേപോലെ വന്നത് ഇ ആയിരുന്നു. അതുപോലെ പിയുമായിട്ട് അതേ സമാന കമ്പനാവസ്ഥയിൽ വന്നത് ക്യൂ ആയിരുന്നു, ബിയുമായി എഫുമായിരുന്നു. ഇനി മറ്റൊരു തരംഗം, ഈ തരംഗം ഏതായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ഇത് അനുദൈർഘ്യ തരംഗമാണ്. അനുദൈർഘ്യ തരംഗം. ഈ അനുദൈർഘ്യ തരംഗത്തിലും തരംഗമാണെങ്കിൽ അതിന് തരംഗദൈർഘ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, ഉച്ചമേഖലയുണ്ട്. ഉച്ചമേഖലയാണ് സി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. നീചമർദ്ദ മേഖലേനെയാണ് ആർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ കണ്ടോ, അവ തമ്മിലോ 2 നീചമർദ്ദ മേഖലകൾ തമ്മിലോ, ഒന്നുകിൽ സിയും തമ്മിലോ അല്ലെങ്കിൽ നീചമർദ്ദ മേഖലകളായ ആറും തമ്മിലുള്ള അകലമോ തരംഗദൈർഘ്യമായി കണക്കാക്കാവുന്നതാണ്. ഇനി പുതിയ ഒരു തരംഗത്തിൻ്റെ സവിശേഷത തരംഗവേഗമാണ് നമ്മൾ പഠിക്കേണ്ടത്. തരംഗവേഗത്തിൻ്റെ നിർവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ നിർവചനങ്ങളും നമ്മൾ പഠിക്കേണ്ടതാണ്. സവിശേഷതയായി കുറേ വാക്കുകൾ പഠിച്ചു. എല്ലാത്തിൻ്റെയും നിർവചനം വാശിക്ക് നമുക്ക് ഓരോന്നും അറിയാൻ ഉറപ്പിച്ച് പഠിച്ചോണം. ഒന്നിനും ഇളവ് കൊടുക്കരുത്. ഒരെണ്ണത്തിന് ഇളവ് കൊടുത്താൽ അതാണ് ചോദിക്കുന്നതെങ്കിലോ. 1 സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. തരംഗവേഗം നമ്മൾ വേഗത എന്ന് പറഞ്ഞ് പണ്ട് പഠിച്ചിട്ടുണ്ട്. വേഗത പോലെ തന്നെ എടുത്താൽ മതി. തരംഗവേഗം എന്ന് പറയുന്ന ഒരു തരംഗം 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണ്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അടുത്തതായിട്ട് അത് വെച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു തരംഗം 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ ആ തരംഗത്തിൻ്റെ വേഗത എത്രയാണ്? 1 സെക്കൻഡിൽ ഇതിൻ്റെ പകുതി അല്ലെ, 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്നതാണ് തരംഗ വേഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 2 സെക്കൻഡിൽ 700 ആണെങ്കിൽ 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 350 ആയിരിക്കും. അത് നമ്മൾ വേഗമാണ് പറയുന്നതെങ്കിൽ എങ്ങനെ എഴുതണം? മീറ്റർ, ഇതിനെ വായിക്കണം മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് എന്ന് വായിക്കണം. ഇനി നമുക്കിതിങ്ങനെ മനസ്സിലൊന്നും ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ കിട്ടുന്ന ആ ദൂരത്തെ, പണ്ട് നമ്മൾ അങ്ങനെയല്ലേ വേഗത കണ്ടുപിടിക്കാൻ ദൂരത്തെ എന്ത് ചെയ്യും? സമയം കൊണ്ട് ഹരിച്ച് ഓർക്കുന്നുണ്ടോ? സമയം കൊണ്ട്. അപ്പോൾ നമുക്കിവിടെ ദൂരം എന്ന് പറഞ്ഞാൽ 700, സമയം എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ്, അപ്പോഴും 300 കിട്ടി. ഇതൊന്ന് സൂക്ഷിച്ചു വെച്ചേക്കണേ. അതുപോലെ തരംഗത്തിൻ്റെ ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം എന്ത്? പിന്നെയും ഒക്കെ വർണ്ണിച്ച് എൻ്റെ ഒരു മനസ്സ് തോന്നുവാണേ, ആവൃത്തി ഇങ്ങനെയാണ് പിന്നെയും പറയുന്നു, തരംഗദൈർഘ്യം എന്താണെന്ന് പിന്നെയും പറയുന്നു. നമുക്ക് ഓർമ്മയുണ്ട് ഒരു തരംഗത്തിൻ്റെ ഏറ്റവും ശൃംഗവും അടുത്ത ശൃംഗവും തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യമെന്നും 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന തരംഗത്തിൻ്റെ എണ്ണമാണ് ആവൃത്തി. 1 സെക്കൻഡിലുള്ള തരംഗത്തിൻ്റെ എണ്ണമാണ് ആവൃത്തി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ആട്ടെ. ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം നമുക്ക് ഒരു സമവാക്യം കൊണ്ട് സൂചിപ്പിക്കാം. എഫ് സമം എഫ് അനുപാതം വിപരീത അനുപാതത്തിലാണ് തരംഗദൈർഘ്യം. ആവൃത്തി എന്നാൽ എഫ്, തരംഗദൈർഘ്യം ലാംഡയാണെങ്കിൽ ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിൽ വിപരീത അനുപാതത്തിലായിരിക്കും. നിങ്ങൾ ആ ചെയ്തതൊന്നും കണ്ടില്ലല്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. എഫ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു. വിപരീത അനുപാതം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക്
അതൊന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ 2 ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ടും എന്തിനെ സൂചിപ്പിക്കുന്നു? 2 തരംഗങ്ങളെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഈ 2 ഗ്രാഫുകൾ പരിശോധിച്ച് നമുക്കൊന്ന് ഉത്തരം ആദ്യം ഒന്ന് കണ്ടെത്താം. ഇതിൻ്റെ തരംഗദൈർഘ്യം എത്രയാണ്? ഒന്നാമത്തേൻ്റെ തരംഗദൈർഘ്യം ഇനിയൊക്കെ നമുക്ക് എല്ലാം പറയണമെന്ന് ഇങ്ങനെ ലാംഡാന്ന് വൃത്തിക്ക് എഴുതിയിട്ട് ഇതിൻ്റെ തരംഗദൈർഘ്യം ശ്രദ്ധിക്കുക. ഒരു തരംഗത്തിൻ്റെ നീളമാണ് എന്ന് പറഞ്ഞാൽ ഇതാ ഒരു ശൃംഗം എടുത്തു, ഒരു ഫുൾ ഗർത്തവും എടുത്തു, അവിടം വരെയുള്ള ദൂരവും തരംഗദൈർഘ്യമുള്ള അങ്ങനെ കണ്ടെത്താനാണ് കൂടുതൽ. ഇങ്ങനെ ചിത്രം തരുമ്പോൾ തരംഗദൈർഘ്യം കണ്ടെത്താൻ എളുപ്പം, നിർവചിക്കാൻ എളുപ്പം. 2 ശൃംഗങ്ങൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യമെന്നോ 2 ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യമെന്നോ ഒരു കമ്പനത്തിൻ്റെ നീളമാണ് തരംഗദൈർഘ്യമെന്നൊക്കെ പറയാമെങ്കിലും നോക്കിക്കേ, ഇവിടെ ഒരു ശൃംഗം തീർന്ന് ഒരു ഗർത്തവും തീർന്ന് ഇതാണ് തരംഗദൈർഘ്യം. അപ്പോൾ അത് 4. അവരത് മീറ്ററിലാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് 4 മീറ്റർ. ഇത് കണ്ടോ, മീറ്റർ. ഇനി ഇവിടെ നമുക്ക് നോക്കാം, ഒരു ശൃംഗം ഇത് തീർന്നു, ഒരു ഗർത്തം തീർന്നു. ഇവിടെ എത്രയാണ്? തരംഗദൈർഘ്യം 2ആണ്. തരംഗദൈർഘ്യം 2 മീറ്ററുമാണ്. ഇവിടെ ഇതിന് തരംഗദൈർഘ്യം കുറവാണ്, ഇതിന് തരംഗദൈർഘ്യം കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടം വരെ സഞ്ചരിക്കാൻ വേണ്ടി എടുത്ത സമയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗത്തിൻ്റെ എണ്ണമാണ് ആവൃത്തി. അപ്പോൾ ഇതാണ് 1 സെക്കൻഡിൽ ഇവിടം വരെ കണ്ടോ 12 മീറ്റർ സഞ്ചരിക്കാൻ 1 സെക്കൻഡ് എടുത്തു. വളരെ ചെറിയ കാര്യവും 12 മീറ്റർ സഞ്ചരിക്കാൻ. അപ്പോൾ ഉണ്ടായ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി എണ്ണിക്കോ. ഇവിടം വരെ 1, ഇവിടം വരെ 2, ഇവിടം വരെ 3. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് 3ആണ്. അതായത് ഇതിൻ്റെ തരംഗദൈർഘ്യം 4 അതിൻ്റെ ആവൃത്തി 3ആണ്. ഇനി ഇവിടെ നോക്കാം. ഇതിന് ഇവിടം വരെയുള്ളത് 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചുവെങ്കിൽ ഇതിൻ്റെ ആവൃത്തിയായ എഫ് കണ്ടുപിടിക്കാൻ പോവുകയാണേ. ഇവിടം വരെ 1, ഇത് രണ്ടും കൂടെ കൂടി 2, ഇതും കൂടെ കൂട്ടി 3, ഇതും കൂടെ കൂട്ടി 4, ഇതും കൂടെ കൂട്ടി 5, ഇതും കൂടെ കൂട്ടി 6. 6ആണ്. ഫ്രീക്വൻസി എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? ആരെങ്കിലും ഓർത്തായിരുന്നോ? ഹെർട്സ്. എന്ത് നമുക്ക് മനസ്സിലായി? ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തരംഗദൈർഘ്യം 4 ഫ്രീക്വൻസി 3 അത് കഴിഞ്ഞ് തരംഗദൈർഘ്യം 2 കുറഞ്ഞപ്പോൾ ഫ്രീക്വൻസി 6 വളരെയധികം വർദ്ധിച്ചു. അപ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഒരെണ്ണം കുറഞ്ഞാൽ ഒരെണ്ണം കൂടും എന്ന് പറയുന്നതിനെയാണ് വിപരീത അനുപാതത്തിലായിരിക്കുമെന്നും പറഞ്ഞ് ഗണിതപരമായി നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ ഒരെണ്ണം കൂടുമ്പോൾ 4 2 നമ്മുടെ ഫ്രീക്വൻസി കൂടി. അപ്പോൾ ഒരെണ്ണം കുറയുമ്പോൾ അടുത്തത് കൂടുക എന്ന് പറയുന്ന ബന്ധം, അവർ തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലായിരിക്കും. ഇതെല്ലാം അടുത്ത പേജിലുണ്ട്. രണ്ടാമത്തെ തരംഗത്തിൻ്റെ ആവൃത്തി കണ്ടെത്തിയായിരുന്നു. തരംഗദൈർഘ്യം കൂടുതൽ ഒന്നാമത്തെ ചിത്രത്തിനായിരുന്നു, എന്നാൽ ആവൃത്തി രണ്ടാമത്തെ ചിത്രത്തിനായിരുന്നു. അതായത് തരംഗദൈർഘ്യവും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലായിരിക്കും. അത് ഗണിതപരമായി ഇങ്ങനെ എഴുതാം. എല്ലാം കഴിഞ്ഞ പേജിൽ പറഞ്ഞു തന്നത് തന്നെയല്ലേ. ഇവിടെ തരംഗവേഗം ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെയും തരംഗവേഗം കണ്ടുപിടിക്കാൻ ടീച്ചർ ഒരു സമവാക്യം തന്നെ പറഞ്ഞായിരുന്നു. പല കുട്ടികൾക്കും ഈ മനസ്സിൽ നിന്ന് എഴുത്ത് അത്ര സുഖമല്ല. അത് ടീച്ചർ കുറേ നാൾ പഠിപ്പിച്ചതുകൊണ്ട് മനസ്സിലായി. അപ്പോൾ തരംഗവേഗം എന്ന് ചോദിച്ചാൽ തരംഗം സഞ്ചരിച്ച ദൂരം, രണ്ടിനും 12 മീറ്റർ ആയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രണ്ടിൻ്റെയും സമയം 1 സെക്കൻഡും ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ തരംഗവേഗത രണ്ടിൻ്റെയും 12 മീറ്റർ പെർ സെക്കൻഡാണ്. തരംഗവേഗം തുല്യമല്ലേ എന്ന് വെറുതെ ചോദിച്ചാൽ നമുക്ക് വല്ലതും പിടികിട്ടുമോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചാണ് ടീച്ചർ മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഇപ്പം നമുക്ക് എന്തൊക്കെ വാക്കുകൾ അറിയാം? തരംഗദൈർഘ്യം, തരംഗവേഗം, ആവൃത്തി. ഈ മൂന്നും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആ ബന്ധം സൂചിപ്പിക്കുന്ന സമവാക്യം ആദ്യം പഠിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കാരണം ആ സമവാക്യം അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇതൊരു നല്ല ബോക്സ് ഇട്ട് സൂക്ഷിക്കുക. തരംഗവേഗം കണ്ടുപിടിക്കാൻ ആവൃത്തി ഗുണം തരംഗദൈർഘ്യം. അത് ഗണിതപരമായി എങ്ങനെയും തരംഗവേഗത്തെ വി എന്ന അക്ഷരം കൊണ്ടും ആവൃത്തിയെ എഫ് എന്ന അക്ഷരം കൊണ്ടും തരംഗദൈർഘ്യത്തെ ലാംഡ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ ഈ ഒരു
അത് ബോക്സിലിട്ട് നന്നായിട്ട് സൂക്ഷിച്ചോണം. കാരണം ചിലപ്പോൾ ആവൃത്തിയും തരംഗദൈർഘ്യവും തരും. നിങ്ങൾ തരംഗവേഗം കണ്ടുപിടിക്കാൻ അത് രണ്ടും കൂടി ഗുണിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് അല്ലെങ്കിൽ തരംഗവേഗവും ആവൃത്തിയും തരും. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള സമവാക്യവും കൂടി എഴുതുവാണേ. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തെ ഫ്രീക്വൻസി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അതുകൊണ്ടാണ് ടീച്ചർ അത് പറയാൻ പറ്റുന്നത്. ആവൃത്തി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എഫ് ആണ്, ബാക്കി രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് അഥവാ ആവൃത്തി കണ്ടുപിടിക്കണമെങ്കിൽ തരംഗവേഗമായ വിയെ ലാംഡ കൊണ്ട് ഹരിച്ചാൽ മതി. അതുപോലെ ഇനി നമ്മളോട് തരംഗദൈർഘ്യമായ ലാംഡയാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് എങ്കിൽ അപ്പോഴും വിയെ എഫ് കൊണ്ട് ഹരിച്ചാൽ മതി. ഇത് രണ്ടും എളുപ്പമല്ലേ? എഫും ലാംഡയും കണ്ടുപിടിക്കാൻ വിയെ അതല്ലാത്ത എഫ് ആണ് കണ്ടുപിടിക്കുന്നത്, വിയെ ലാംഡ കൊണ്ട് ഹരിക്കണം. ലാംഡയാണ് കണ്ടുപിടിക്കുന്നത്, വിയെ എഫ് കൊണ്ട് ഹരിക്കണം. ഇനി ഇതൊന്നുമല്ല, വി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എഫും ലാംഡയും കൂടെ ഗുണിച്ചു വെക്കണം. സുഖമല്ലേ? അതെ. പക്ഷേ ഇത് പരീക്ഷിക്കുന്ന ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിൽ പെടുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ തന്നിട്ട് നമുക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എഴുതേണ്ടി വരും. ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് പരീക്ഷാ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം പരീക്ഷാ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ചിത്രം തരും. ആ ചിത്രത്തെ സംബന്ധിച്ച് ABCD എന്ന 4 ചോദ്യം കാണും. തരംഗദൈർഘ്യം എത്രയാണ്? ടീച്ചർ പറഞ്ഞായിരുന്നു, ഒരു ശൃംഗവും ഒരു ഗർത്തവും തീരുന്നതിൻ്റെ ഇതാണ് തരംഗദൈർഘ്യം. എളുപ്പം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ലാംഡ. അപ്പോൾ 2 മീറ്ററാണ്. 1 സെക്കൻഡ് കൊണ്ട് എത്തിയെങ്കിൽ അതിൻ്റെ ആവൃത്തി എത്ര? ആവൃത്തി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗത്തിൻ്റെ എണ്ണമാണ്. അപ്പോൾ 1, 2, 3 ഇതെല്ലാം മനസ്സിലിരിക്കണമെങ്കിൽ പലവട്ടം ഈ ആവൃത്തി എന്നാന്നൊക്കെ പഠിക്കണം. ഇവിടം വരെ 1 തരംഗം, ഇവിടം വരെ 2 തരംഗം, എത്തിയപ്പോഴേക്കും 3 തരംഗം. ഒരു ശൃംഗവും ഒരു ഗർത്തവും വീതം എണ്ണിയെടുക്കുക. ഒരു ശൃംഗവും ഗർത്തവും ചേരുമ്പോൾ ഒരു തരംഗമായി എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് തരംഗം സഞ്ചരിച്ച ദൂരമല്ലേ തരംഗവേഗം. തരംഗവേഗം കണ്ടുപിടിക്കാൻ നമ്മൾ സമവാക്യം പഠിച്ചിട്ടാണ് വരവ്. അത് തന്നെ ഇവിടെയും അങ്ങ് ചെയ്യുകയാണ്. എഫ് ഗുണം ലാംഡ എന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എഫ് 2, എഫ് നമുക്ക് 3 ആയിരുന്നു, 3 ലാംഡ 2 ആണ്, അപ്പോൾ 6 ആണ്. വി മീറ്റർ പെർ സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ തന്നെ 1 സെക്കൻഡിൽ ഇവിടം വരെയാണ് സഞ്ചരിച്ചത്. ആ ദൂരം എന്ന് പറയുന്ന 6 ആണ്. 6 മീറ്റർ പെർ സെക്കൻഡ്. പല രീതിയിൽ നോക്കിയാൽ അപ്പോൾ ഇതല്ലേ നമുക്ക് എളുപ്പം ഈ സമവാക്യം വെച്ച് ചെയ്യാനായിട്ട്. അടുത്തായിട്ട് വീണ്ടും ചോദ്യങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. വീണ്ടും ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് തന്നിട്ട് ABC ഇത് പരീക്ഷാ ചോദ്യം പോലെ തന്നെ ഇരിക്കുന്നു. അതിന് താഴെ ഗ്രാഫ് തരാതെയും ചോദ്യമുണ്ട്. അപ്പോൾ ഇത് ചെയ്യാം. ഈ ചിത്രത്തിൽ എത്ര ശൃംഗങ്ങളുണ്ട്? 1, 2, 3. ശൃംഗവും ഗർത്തവും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ഗർത്തവും 1, 2, 3. തരംഗ ദൈർഘ്യം എത്രയാണ്? ഒരു തരംഗം ഇതാണ്. അപ്പോൾ ആ ദൈർഘ്യമാണ് പറയേണ്ടത്. മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, 8 മീറ്റർ. അടുത്തത് ഇതൊന്നും പറയാതെ തന്നെ നമ്മൾക്ക് വേഗത തന്നിട്ടുണ്ട്. വി ആണ് തന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും എടുത്തെഴുതണം. ആ തന്നിരിക്കുന്ന സംഖ്യയുടെ മുകളിൽ തന്നെ നമുക്ക് എന്താണ് വേഗതയെ സൂചിപ്പിക്കുന്നത്? വി എന്നാണ്. അതിൻ്റെ ആവൃത്തി എഫുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും ഒരു പ്രസ്താവന തന്നിട്ട് AB നമ്മളോട് ചോദിക്കും. ആദ്യത്തെ ചോദ്യം, 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എന്താണ്? നമ്മളെയാണോ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത്? ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലത്തിൻ്റെ പേര് ലാംഡ എന്നാണ്. ലാംഡ സമം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സമവാക്യം തന്നപ്പോൾ ഒരു 3 സമവാക്യം പഠിച്ചോ എന്നാണ് ടീച്ചർ പറഞ്ഞത്. നമ്മളോട് ലാംഡയാണ് ചോദിച്ചിരിക്കുന്നത്. വി ഭാഗം എഫ് ആയിരുന്നെങ്കിൽ വി ഭാഗം ലാംഡയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ വി ഭാഗം എഫ് ചെയ്യുകയാണ്. വി എന്ന് പറഞ്ഞാൽ 350 ഭാഗം 35. അത് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക 10. ലാംഡ എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മീറ്റർ എന്ന യൂണിറ്റും നമ്മൾ എഴുതി. അതിൻ്റെ ബാക്കിയായി 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ളത് എന്ത്? നീചമർദ്ദ മേഖലയും ഉച്ചമർദ്ദ മേഖലയും ഒന്ന് തന്നെയാണ് അകലം. അതിനെയും ലാംഡ എന്ന് തന്നെയാണ് പറയുന്നത്. ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും നീചമർദ്ദ മേഖലയും തമ്മിലുള്ള അകലവും. അതും ലാംഡ തന്നെ ആയിരിക്കും. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം ചോദിച്ചത്.
അടുത്തത് വീണ്ടും ഒരു കണക്കാണ്. അതായത് 175 ഹെർട്സ് ആവൃത്തിയാണ് തന്നതെന്ന് കണ്ടാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾ എഫ് എഴുതുക. നമുക്കിതെല്ലാം കൂടി കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. തരംഗ ദൈർഘ്യം 2 മീറ്റർ, തരംഗ ദൈർഘ്യമാണ് തന്നിരിക്കുന്നത്, അത് ലാംഡയാണ് തന്നിരിക്കുന്നത്, വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത് വി. അപ്പോൾ നമുക്കൊരു സമവാക്യം അറിയാം, വി സമം എഫ് ലാംഡ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. വളരെ സന്തോഷത്തോടെ നമ്മൾ 175 ഗുണം 2 എന്ന് വെച്ചപ്പോൾ 350. നമുക്ക് എല്ലാത്തിൻ്റെ യൂണിറ്റ് നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കണം. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, എം ഇട്ടിട്ട് ഒരു വര ഇട്ടിട്ട് സെക്കൻഡ്. ഫ്രീക്വൻസി അഥവാ ആവൃത്തി ആയിരുന്നുവെങ്കിൽ ഇത് കണ്ടോ ഹെർട്സ്. അതുപോലെ തന്നെ തരംഗ ദൈർഘ്യം മീറ്റർ. അപ്പോൾ ഏതാണോ ചോദിക്കുന്നത് അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതണം. ഇനി നമ്മൾ പുതിയൊരു ഭാഗം, നമുക്ക് ശബ്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ശബ്ദത്തിൻ്റെ കുറച്ച് രസകരമായ കാര്യങ്ങളും അത് പ്രയോജനപ്പെടുത്തുന്നവയും മാത്രമേ പഠിക്കാനുള്ളൂ. അത് ആ വാക്കുകൾ മാത്രം. ശബ്ദത്തിൻ്റെ പ്രതിപതനം, ഇതൊക്കെ നമ്മൾ പണ്ടും കേട്ടിട്ടുള്ളതാണ്. ശബ്ദ തരംഗങ്ങൾ വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് ശബ്ദ പ്രതിപതനം എന്ന് പറയുന്നത്. ഓരോ വസ്തുക്കൾ തട്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നിർവചനം ഇവിടെ ലളിതമായിട്ട് കൊടുത്തിട്ടുണ്ട്. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി ശബ്ദം തിരിച്ചു വരുന്നതിനെ മിനുസമുള്ള പ്രതലങ്ങൾ പരിപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിപ്പിക്കും. അപ്പോൾ പ്രതിപദനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അത് ശബ്ദത്തിൻ്റെ പ്രതിപദനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ബോർഡുകൾ നിർമ്മിക്കുമ്പോൾ അതിനിങ്ങനെ വളഞ്ഞ ആകൃതിയിലാണ്. അതുപോലെ തന്നെ ഹാളുകളിൽ, വലിയ ഓഡിറ്റോറിയങ്ങളിൽ, ഹാളുകളിൽ സീലിങ്ങുകൾ വളച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ശബ്ദത്തെ പ്രതിപദിപ്പിച്ച്, ഇത് കണ്ടോ, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പ്രതിപദിച്ച് എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ സൗണ്ട് ബോർഡുകളുടെ ഈ രീതിയിലുള്ള നിർമ്മാണം, അതുപോലെ ഹാളുകൾ വളച്ച് നിർമ്മിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ശബ്ദത്തെ പ്രതിപദിപ്പിച്ച് ചില വാക്കുകൾ ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. അപ്പം നമുക്കതിൻ്റെ മാർക്ക് കിട്ടും. ടീച്ചർ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ മുറിക്കണ്ട, ഇതങ്ങ് തീർത്തേക്കാം. ആകെ ഇങ്ങനെ കുറച്ച് കുഞ്ഞു വാക്കുകളെ പറയാനുള്ളൂ. അടുത്ത പേജ് നോക്കാം. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനമാണ് പറയുന്നത്. ശബ്ദം പ്രതിപദിച്ചു വരുന്ന ഇതുണ്ട്. ഒരു മനുഷ്യൻ ശബ്ദം പുറപ്പെടുവിക്കുന്നു, അത് ആ പല സ്ഥലങ്ങളിൽ നിന്നും പ്രതിപദിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും പ്രതിപദിക്കുന്നതാണ് ആവർത്തന പ്രതിപതനം. പ്രതിപദിച്ചു വരുന്ന ശബ്ദങ്ങൾ വേറിട്ട് കേൾക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടോ? ഉണ്ട്. കാരണം വളരെ ഇവിടെ നോക്കിക്കേ, ഈ സ്ഥലത്ത് നിന്ന് പ്രതിപദിച്ചു വരുന്നത് ഇങ്ങനെയാണ് എത്തുന്നത്. അപ്പോൾ വ്യത്യസ്ത ദൂരങ്ങളിൽ നിന്ന് വരുന്നത് വ്യത്യസ്ത സമയത്താണ് കേൾക്കാൻ കഴിയുക. അടുത്തതായിട്ട് പ്രതിധ്വനി എന്ന് പറയുന്ന അടുത്ത വാക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശബ്ദം ഒന്ന് ശ്രവിച്ചതിന് ശേഷം ആദ്യം നമ്മളൊന്ന് ഒരു ശബ്ദമുണ്ടാക്കി, അത് ആദ്യം നമ്മളൊന്ന് കേട്ടു, പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. പ്രതിധ്വനി നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ടീച്ചറിൻ്റെയൊക്കെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എക്കോ പോയിൻ്റ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. അവിടെ നിന്ന് നമ്മൾ ശബ്ദം പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ ശബ്ദം ആദ്യം ഒന്ന് കേൾക്കും, അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് പ്രതിപദിച്ച് കേൾക്കുകയും ചെയ്യാം. ചെറിയ മുറിക്കുള്ളിൽ പ്രതിപദിച്ച് കേൾക്കാനായിട്ട് പ്രതിധ്വനി കേൾക്കുന്നില്ല. കാരണം എന്ത്? ഈ പ്രതിധ്വനി ഉണ്ടാകാൻ ഒരു നിശ്ചിത ദൂരം വേണം. അതായത് നമ്മുടെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ കണ്ണിലൊക്കെ കാഴ്ച ഒരു 16 സെക്കൻഡ് സമയം നിൽക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നത് 10 സമയം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. 10 സമയം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതിനെ ശ്രവണ സ്ഥിരത എന്നാണ് പറയുന്നത്. ഈ കേട്ടതിൻ്റെ അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കേൾക്കുകയാണെങ്കിൽ ഒരുമിച്ച് കേൾക്കുന്നത് പോലെ തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ ടീച്ചറാണെങ്കിലും എന്നാൽ പാഠം തീർത്തേക്കാലെന്ന് പറഞ്ഞ് വേഗം വേഗം പറയരുത്. നമ്മൾ പാവം കുട്ടികൾക്ക് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. പറഞ്ഞു കേൾക്കുന്നത് 10 സെക്കൻഡ് നമ്മുടെ ചെവിക്കുള്ളിൽ നിൽക്കും. അപ്പോൾ പിന്നെ കേൾക്കുന്നത് ഒന്നിച്ച് കേൾക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട്
നമുക്ക് ചെറിയ മുറിക്കുള്ളിലാണെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് തന്നെയാണ് പ്രതിധ്വനി ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഒരേ ശബ്ദം കേൾക്കുന്ന പ്രതീതിയേ ഉണ്ടാവുകയുള്ളൂ. കുറച്ച് ദൂരത്തിൽ നിന്നാണ് വരുന്നത്. ശബ്ദം ചെറിയ മുറിക്കുള്ളിൽ കുറച്ച് ദൂരത്തിൽ നിന്നാണ് പ്രതിധ്വനിച്ചു വരുന്നത്. അപ്പോൾ ഒരുമിച്ച് കേൾക്കുന്നത് പോലെ നമുക്ക് തോന്നുകയുള്ളൂ. ഇനി പ്രതിധ്വനിച്ച് കേൾക്കാൻ എത്ര ദൂരം വേണം നോക്കാം. 10 സെക്കൻഡിനേക്കാൾ കൂടുതൽ സഞ്ചരിക്കണം. 10 സെക്കൻഡിന് ഉള്ളിൽ വരുന്ന ശബ്ദം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കേൾക്കും. 10 സെക്കൻഡ് സഞ്ചരിച്ച് ശേഷമാണ് എങ്കിൽ നമുക്ക് അത് പ്രതിധ്വനിച്ചും കേൾക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പേജിൽ അതിനെ സംബന്ധിച്ച കണക്കുണ്ട്. ചോദ്യം ഇതാണ്: ആദ്യ ശബ്ദം കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞാൽ പ്രതിധ്വനി വ്യക്തമായി കേൾക്കാൻ കഴിയുക? ഈ സമയം കൊണ്ട് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും? ദൂരം കണ്ടുപിടിക്കാൻ വേഗത്തെ സമയം കൊണ്ട് ഗുണിച്ചാൽ മതി. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചേക്കുന്ന ഒരു കാര്യമാണ്. വേഗം കണ്ടുപിടിക്കാൻ ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കണം. അതുപോലെ ദൂരം കണ്ടുപിടിക്കാൻ വേഗത്തെ സമയം കൊണ്ട് ഗുണിക്കണം. ഇത് രണ്ടും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ചെറിയ ചെറിയ സമവാക്യങ്ങൾ പഠിക്കുന്നതാണ് നമ്മുടെ ഫിസിക്സ് പഠിത്തം. എന്നിട്ട് ആ വേഗത എന്ന് പറയുന്ന വായുവിൽ ശബ്ദത്തിൻ്റെ വേഗം ഇതാണ്, വേഗത തരും. സമയം നമുക്കറിയാം 10 സെക്കൻഡാണ് നമ്മുടെ ചെവിക്കുള്ളിൽ അത് തങ്ങി നിൽക്കുന്നത്. ആ സമയം കൊണ്ട് 35 മീറ്റർ ശബ്ദം സഞ്ചരിക്കും. അപ്പോൾ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ ഈ 10 സെക്കൻഡിൽ കൂടുതൽ വേണം. അപ്പോൾ 35 എന്ന് പറയുന്നത് പോയിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പകുതി ദൂരമെങ്കിലും ഉണ്ടെങ്കിൽ 17.5 അതിൽ കൂടുതലും ദൂരത്തിലാണ് നമ്മുടെ പ്രതിപതന തലം, ഈ ശബ്ദം തട്ടി പ്രതിപദിക്കുന്ന തലം ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പ്രതിധ്വനി കേൾക്കാൻ പറ്റും, ശബ്ദത്തെ വേർതിരിച്ചറിയാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെ ഓർക്കുക, നമുക്കൊരു പ്രതിധ്വനി കേൾക്കണമെങ്കിൽ നമ്മളുമായിട്ടുള്ള ആ ഭിത്തിയുടെ അല്ലെ പ്രതിപതന തലത്തിൻ്റെ ദൂരം 17.5 മീറ്റർ കൂടുതലായിരിക്കണം. എങ്കിൽ 10 സെക്കൻഡ് ഈ ചെവിയിൽ നിൽക്കുന്ന ആ ശബ്ദം നിൽക്കുകയാണ്. 10 സെക്കൻഡ് കഴിഞ്ഞ് ആ ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് വരികയുള്ളൂ. 17.5 കൂടുതലാണെങ്കിൽ പ്രതിധ്വനി കേൾക്കുകയുള്ളൂ. അത് വെച്ചുകൊണ്ട് ഒരു ചോദ്യം ഇവിടെ കേട്ടിട്ടുണ്ട്. കതിനാവെടി പൊട്ടുന്നതിൻ്റെ പ്രതിധ്വനി സമയം തന്നിരിക്കുന്നത് 5 സെക്കൻഡിന് ശേഷം പൊട്ടിച്ചയാൾ കേട്ടു. അപ്പോൾ ഈ വെടി പൊട്ടുന്നത് പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്ന് ആ പ്രതിപതന തലം എത്ര ദൂരെയായിരിക്കും? ദൂരമാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദൂരം സമം വേഗം ഗുണം സമയം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വേഗം ഗുണം സമയം കണ്ടുപിടിക്കാൻ വേണ്ടി 350 ദൂരം സമം, ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ടീച്ചർ നേരെ മുകളിൽ ചെയ്ത പോലെ എളുപ്പവഴി ചെയ്യാനല്ലേ. ദൂരം സമം വേഗം ഗുണം സമയം 1 സെക്കൻഡ്. അപ്പോൾ വേഗം 350 ആയിരുന്നു കേട്ടോ. 350 മീറ്റർ എങ്കിലും അത് സഞ്ചരിച്ചിരിക്കണം. 350 മീറ്റർ സഞ്ചരിച്ചാലാണ് നമ്മുടെ ചെവി. അപ്പോൾ 350 എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ സഞ്ചരിച്ചാൽ പോരെ. അപ്പോൾ ശബ്ദം പ്രതിധ്വനിച്ച് കേൾക്കാൻ നമ്മൾ കണ്ടെത്തുന്ന ദൂരത്തിൻ്റെ പകുതി എടുക്കണം. അതുകൊണ്ട് അടുത്ത വഴി പ്രതിപതന തലം സമം 175, 350ൻ്റെ പകുതിയായിരിക്കും. അടുത്തത് ശബ്ദത്തിനെ സംബന്ധിച്ച മറ്റൊരു വാക്കാണ് അനുരണനം. ഇവിടെ ഒരു ഗാലറിയെക്കുറിച്ച് പറയുന്നുണ്ട്. കർണാടകത്തിൽ ഒരു ചെറിയ ശബ്ദം അവിടെ നിന്ന് പുറപ്പെടുവിച്ചാൽ പോലും അത് പല വട്ടം ആവർത്തിച്ച് മുഴങ്ങി കേൾക്കാം. ഇങ്ങനെ ഒരു ശബ്ദമുണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനം മൂലം ഉണ്ടാകുന്ന അത് വല്ല കുറഞ്ഞും വരുന്നതുമായ ഒരു മുഴക്കമാണ് അനുരണനം. ഒരു ശബ്ദമുണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ ഒരു മുഴക്കമാണ് അനുരണനം. ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് സിനിമാ തിയേറ്റർ പോലെയുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കനാക്കിയിരിക്കുന്നത്. അതൊരു പരീക്ഷാ ചോദ്യമായിട്ട് പരിഗണിച്ച് അനുരണനം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്നെഴുതണം. ഇനി നമുക്ക് ശബ്ദവുമായി ബന്ധപ്പെട്ട കേൾവി ശക്തിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശ്രവണ പരിധി. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും. ഹേർട്സ് എന്ന് കണ്ടതുകൊണ്ട് ഇത് ആവൃത്തിയെ സൂചിപ്പിക്കുന്നു.
20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദങ്ങൾ മാത്രമേ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി. അതിൽ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് എന്നും അതിൽ കൂടിയതിനെ അൾട്രാസോണിക് എന്നും പറയുന്നു. ഇങ്ങനെ അൾട്രാസോണിക്കിനോട് അടുത്ത് നിൽക്കുന്ന ശബ്ദങ്ങൾ നായകൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഉയർന്ന ശ്രവണപരിധി മനുഷ്യന് കേൾക്കുന്നുണ്ട്. ഉയർന്ന ശ്രവണപരിധിയിൽ ആയ അൾട്രാസോണിക് നായകൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇൻഫ്രാസോണിക് തരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങൾ അതിന് ഉദാഹരണമാണ്. അത് പ്രാവുകൾക്കൊക്കെ കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രാവുകളൊക്കെ ഭൂകമ്പ തരംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥരാകും. അതുപോലെ തന്നെ അൾട്രാസോണിക് കേൾക്കാവുന്നതാണ് നിശാശലഭങ്ങൾ. എന്നാൽ മനുഷ്യനെ പോലെ തന്നെയുള്ള ശബ്ദങ്ങളാണ്. ആ പേരുകൾ ഏതിൻ്റെ താഴെയാണ് കൊടുത്തേക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് സമാധാനമായിട്ട് ഏതൊക്കെ ജീവികൾക്കാണ്. ഇൻഫ്രാസോണിക് ആണെങ്കിൽ പ്രാവുകൾക്ക്, നായകൾക്ക് മനുഷ്യന് കേൾക്കാവുന്ന ഈ ഒരു റേഞ്ചിലുള്ളത് കേൾക്കാം. കൂടാതെ അൾട്രാസോണിക്കും കേൾക്കാം. വവ്വാലുകൾക്കും ഏകദേശം അൾട്രാസോണിക്കും മനുഷ്യന് കേൾക്കാവുന്നതിൻ്റെ ഉയർന്ന പരിധിയിലുള്ളതും കേൾക്കാം. പൂച്ചകൾക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അതെല്ലാം വീണ്ടും ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നായകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഒരു വിസിലുണ്ടെന്നാണ് പറയുന്നത്. ടീച്ചർ കണ്ടിട്ട് കൂടിയില്ല. ആ വിസിലിൻ്റെ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി 30,000 ഹെർട്സ് ആണ്. അത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ടീച്ചർ ആ ചിത്രത്തിൽ നോക്കി പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സാധാരണ കേൾവിശക്തിയുള്ള മനുഷ്യന് 20 ഹെർട്സും കൂടിയ പരിധി 20,000 ഹെർട്സുമാണ്. 20 ഹെർട്സിൽ താഴെയുള്ളതിനെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതലുള്ളതിനെ അൾട്രാസോണിക് ശബ്ദങ്ങൾ എന്നും പറയുന്നു. ഇതൊക്കെ നമുക്ക് അൾട്രാസോണിക് ശബ്ദങ്ങൾ ചില രംഗങ്ങളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട. അതെവിടെയാണെന്ന് അടുത്ത പേജിൽ നോക്കാം. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തിയാണ് വവ്വാലുകൾ ഇരുട്ടിലും സുഗമമായി സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ചോദ്യമൊക്കെ ഒളിച്ചു കിടപ്പുണ്ട്. വവ്വാലുകൾ പ്രയോജനപ്പെടുത്തുന്നത് അൾട്രാസോണിക് ശബ്ദമാണ്. നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട് വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാനും ഫിസിയോതെറാപ്പി നടത്താനും വിവിധ ശാരീരിക അവയവങ്ങളുടെ പ്രതിബിംബം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ആ വൈദ്യശാസ്ത്ര സിഗ്നലുകൾ വൈദ്യ സിഗ്നലുകളാക്കി മാറ്റി അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തി എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രാഫി. ഇനി അടുത്ത ഉപയോഗങ്ങളാണ് സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകളും ആകൃതിയൊന്നുമില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒക്കെ വൃത്തിയാക്കുന്നതിനും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ജലത്തിനടിയിലുള്ള വസ്തുക്കൾ കണ്ടുപിടിക്കാനുള്ള സോണാറിൽ പ്രയോജനപ്പെടുത്തുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ജലത്തിനടിയിലുള്ള വസ്തുക്കൾ അകലം കണ്ടെത്തുന്നത്. നമ്മളിപ്പോൾ പഠിച്ച സമവാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു കപ്പലിൽ നിന്നും കടലിനടിയിലെ ഒരു പാറക്കെട്ടിൽ നിന്നും വരുന്ന പ്രതിധ്വനിയൊക്കെ നോക്കിക്കൊണ്ട് അവിടേക്കുള്ള ദൂരം കണ്ടെത്തുവാനായിട്ട് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റുമെന്നപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ സമയം തന്നിട്ടുണ്ട്, അതുപോലെ വേഗതയും തന്നിട്ടുണ്ട്. കുറച്ച് മുമ്പ് ചെയ്തതാണ്. ദൂരം സമം വേഗത ഗുണം ഗുണം സമയമായിരുന്നു. അപ്പോൾ നമ്മൾ അത് ചെയ്യുകയാണ്. അതിനുവേണ്ടി 1522 ഗുണം 0.2 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ദൂരം കിട്ടിയേക്കുന്നത് ഗുണിക്കുക നിങ്ങൾ നന്നായിട്ട് 304.4 മീറ്റർ എന്ന് കിട്ടും. ഇത്രയും വലിയൊരു ദൂരമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ആ തരംഗം അവിടെ പോയിട്ട് തിരിച്ചു വന്നത്രയും ദൂരമാണ് കിട്ടുക എന്ന് എപ്പോഴും ഓർത്തിരുന്നിട്ട് ആ പാറക്കെട്ടിലേക്കുള്ള ദൂരം സമം പാറക്കെട്ടിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ അതിൻ്റെ പകുതി എടുക്കണം. അതായത് ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇതിൻ്റെ പകുതി എടുക്കണം. 304.4 ഭാഗം 2 സമം
152.2 മീറ്റർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എവിടെയാണെങ്കിലും പ്രതിധ്വനി ഉപയോഗിച്ച് ദൂരം കണ്ടെത്തുമ്പോൾ കിട്ടിയ ദൂരം 2 തവണ ആ തരംഗം സഞ്ചരിച്ചതാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ കിട്ടിയ ദൂരത്തെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചാണ് ഒരു ഭാഗത്തേക്കുള്ള ദൂരം കണ്ടുപിടിക്കുന്നത്. തരംഗങ്ങളെക്കുറിച്ചുള്ള വിവിധ കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വൻ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കുന്ന സീസ്മിക് തരംഗങ്ങളാണ്. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ച് ഉള്ള പഠനമുണ്ട്. അതിന് സീസ്മോളജി എന്നാണ് പറയുന്നത്. തരംഗങ്ങൾ കുഴപ്പക്കാരും ഉണ്ട് എന്ന് നമ്മളൊരു അറിവ് കിട്ടാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അങ്ങനെ സീസ്മിക് തരംഗങ്ങൾ കാരണമാണ് ഭൂകമ്പം സംഭവിക്കുന്നത്. ആ സീസ്മിക് തരംഗങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലിലാണ്. അതിന് ഓരോരോ കുഞ്ഞു വാക്കുകൾ അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ കൊണ്ട് സുനാമികൾ, കടലിൽ സുനാമി ഉണ്ടാകാം. അപ്പോൾ ജലത്തിന് വൻതോതിലുള്ള സ്ഥാനചലനം സംഭവിച്ചിട്ട് വലിയ തിരകൾ ഉണ്ടാകുന്നതിനെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, ഈ തരംഗങ്ങൾ അപകടകാരികളായ തരംഗങ്ങളുമുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് സീസ്മിക് തരംഗങ്ങൾ. ആ സീസ്മിക് തരംഗങ്ങൾ സമുദ്രത്തിനടിയിൽ ഉണ്ടാകുമ്പോൾ അവിടെ സമുദ്രത്തിനടിയിൽ ഭൂകമ്പം ഉണ്ടാകും. ആ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ജലം വൻതോതിൽ ഉയരും. ജലത്തിന് വൻതോതിൽ ഉയരുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന തിരമാലകൾ കാരണമാണ് സുനാമി ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള വിനാശകാരികളായ സീസ്മിക് തരംഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് സീസ്മോളജി. അങ്ങനെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് റിക്ടർ സ്കെയിൽ. നമ്മൾ ഈ പാഠം മുഴുവൻ ഓരോ പേജിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തീർത്തു. 10ൽ നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. എല്ലാ പേജിലുമാണ് ചോദ്യങ്ങൾ കിടക്കുന്നത്. ഇനിയുള്ള ചോദ്യങ്ങൾ വിലയിരുത്താം എന്ന ഭാഗത്താണ് കിടക്കുന്നത്. അതിൻ്റെ ചോദ്യോത്തരങ്ങളെല്ലാം ടീച്ചർ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലാകായ്മ എന്തെങ്കിലും വന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടത് കമൻറ്റ് ബോക്സിൽ ഇടുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് വിലയിരുത്താമാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത് നമുക്ക് പരീക്ഷാ ചോദ്യങ്ങൾ എങ്ങനെ ഇരിക്കുമെന്നും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞു തരുന്ന ഭാഗമാണ് വിലയിരുത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം. ഇപ്പോൾ ഞങ്ങൾ സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് പഠിക്കുന്നതെന്ന് മറക്കാതെ പറയണം കേട്ടോ. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാനായിട്ട് ടീച്ചറിനോടുള്ള സ്നേഹം കൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തേക്കണം.